ഇതെന്താണിത്? അയ്യോ, ഇതാക്കി നിർത്തണ്ട ആ ഒരു സെറ്റപ്പ്. ആ കണ്ട, അടിപൊളി. ഓക്കെ, നമ്മള് പേട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. എന്താണെന്നറിയില്ല, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിട്ട് വെറുതെ പോയി നോക്കി. ഒരു പാറമട പോലത്തെ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത് വീഡിയോ കണ്ടപ്പോൾ. പിന്നെ ഇപ്പം അറിയാലോ, നല്ല ചൂടല്ലേ, കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം കുറച്ച് ലേറ്റായി പോയി, 5:20 കഴിഞ്ഞു. ഇവിടുന്ന് 33 കിലോമീറ്റർ ഇപ്പം തന്നെ കാണുന്നുണ്ട്, 1 മണിക്കൂർ. പക്ഷേ ഇറങ്ങിയപ്പം ചെറിയൊരു മഴക്കാറും കാണുന്നുണ്ട്. പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. റെയിൻ കോട്ടും ഒന്നും എടുത്തിട്ടുമില്ല, കാഷ്വലായിട്ട് ഇറങ്ങിയേക്കുന്നു. ഇത് ഏകദേശം പെരുമ്പാവൂർ കഴിഞ്ഞിട്ടുള്ള ആ റൂട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് പോകുന്നതോ, തീരെ പോവാത്തൊരു റൂട്ടായിരുന്നു. എറണാകുളത്ത് വന്നിട്ട് 2 വർഷമായിട്ടുണ്ടെങ്കിലും, പക്ഷേ പെരുമ്പാവൂർ ഭാഗത്തോട്ടൊന്നും അധികം പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓ, നല്ല അടിപൊളി മഴക്കാർ കേട്ടോ. ക്യാമറയിൽ ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതെന്താ ഇത്? മരങ്ങളുണ്ട്. ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം, കിട്ടുമെന്നറിയില്ല, എന്നാലും നോക്കട്ടെ. കണ്ട എന്താ മഴക്കാറ്? പണി പാളിയല്ലോ നാഥാ. പോട്ടുണ്ടെങ്കിൽ സീൻ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ നനഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ നമ്മളെ കയ്യിലുള്ള ടൂൾസ് നനഞ്ഞാലാണല്ലോ പ്രശ്നം. മൊബൈല് ക്യാമറ കുഴപ്പമില്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ മൈക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ എന്നാലും റിസ്ക് അല്ലേ, ഇൻ കേസ് നനഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ക്യാമറേൻ്റെ അഡാപ്റ്ററും ബാറ്ററി പാക്കെല്ലാം വരുന്നുണ്ട്, അതൊക്കെ നനഞ്ഞു പോകും. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ട്രിപ്പ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഭാഗ്യത്തിന് വലിയ ബ്ലോക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അയ്യോ ബ്ലോക്കില്ലെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും റോട്ടിൽ. നല്ല മഴയുണ്ട്, വരുന്നുണ്ട്. എന്താക്കാൻ കേറി നിൽക്കേണ്ടി വരും എവിടെയെങ്കിലും? രസമെല്ലാം ഉണ്ട്, പക്ഷേ നമ്മളെ ടൂൾസ് നനഞ്ഞു പോയാലും അതല്ലേ പ്രശ്നം. നമ്മൾ നനഞ്ഞാൽ പ്രശ്നമില്ല. നല്ല ചൂടായിരിക്കും, പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്യാണ്ടിരിക്കൂല, നല്ല ഇരുടാ. കണ്ട, നല്ലൊരു വൈബ്. പക്ഷെ ഒരു അവസ്ഥ ഇതായിപ്പോയി. ഇതെന്താണിത്? അയ്യോ, സീന് വൻ സീൻ. ഞാൻ വൈസർ താത്തുന്നുണ്ട്. ഓ, ഇത് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ഇന്ന്. ഇത് ജൂണൊന്നുമല്ല കേട്ടോ, ഏപ്രിൽ മാസത്തിലുള്ള കാലാവസ്ഥയാണ് ഈ കാണുന്നത്.
നല്ല തണുപ്പുണ്ട്. സുഖം കൂടുന്നതിനനുസരിച്ച് റിസ്ക്കും കൂടുന്നതാണല്ലോ. അപ്പം തണുപ്പ് സുഖമാണ്, മഴ കൊണ്ടിട്ട് വെള്ളം നനയുന്നത് റിസ്ക്കാണ്. കണ്ടാ, അയ്യോ കണ്ട ക്ലൈമറ്റ് കണ്ട. ഇതെന്താ ഇത് സംഭവം, ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഫുള്ള് മറ്റേ ഗൾഫ് പോലെ പൊടിക്കാറ്റാ, സ്റ്റോമാ, എന്താ ഇത്. ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് ഇങ്ങനൊരു സെറ്റപ്പ് കാണുന്നു കേട്ടോ. മഴ പെയ്യും, ഇടിയും മഴയും മിന്നലും എല്ലാം ഉണ്ടാകാറുണ്ട് ശക്തമായിട്ട്. പക്ഷേ ഇതെന്താ ഇങ്ങനൊരു ഭയങ്കര ഒരു ഈ ഡെസേർട്ട് പോലത്തെ സ്ഥലത്തിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം പുറത്ത് നോക്കുന്നില്ല കണ്ടോ. ഭയങ്കര പൊടിയും, ഫുൾ മൂടിപ്പോയി ക്ലൈമറ്റ്, ഫുൾ ഫോഗിയായി. ഫോഗി മീൻസ് മഞ്ഞല്ല, കോടയൊന്നുമല്ല, ഇത് പൊടിയാന്ന് തോന്നുന്നു മൊത്തത്തിൽ. ചെറുതായിട്ട് പാറി തുടങ്ങിയിട്ടുണ്ട്. അതാ ഫ്രണ്ടിൽ നിന്നൊക്കെ എന്തോ പാളുന്നുണ്ട്. എന്താ സംഭവം ഇത്. കയറി നിന്നിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉള്ളതായിട്ട് ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. ഇനി 28 കിലോമീറ്റർ, ഇപ്പോൾ ഒക്കെ നടക്കും തോന്നുന്നില്ല. ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും, അതായിരിക്കും ബെറ്റർ. കണ്ടാ, പൊടിയാണ് ഈ പാറുന്നത് കണ്ടാ. ആൾക്കാരൊക്കെ മൊത്തം കൺഫ്യൂസ്ഡ് ആട്ടാ, ഒരു സംഗതി മനസ്സിലാകുന്നില്ല. ഞാൻ ഫുൾ ഫേസ് ഹെൽമെറ്റും കാര്യങ്ങളും ഇട്ടുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല വണ്ടി എടുക്കുമ്പോൾ. ഹാഫൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, കണ്ണ് പോലും കാണാണ്ടായി പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഹസാർഡൊക്കെ ഓൺ ചെയ്ത് വണ്ടി സൈഡാക്കി നിർത്തേണ്ട ആ ഒരു സെറ്റപ്പ് ആ കണ്ട, അടിപൊളി. ഇതാണ് അവസ്ഥ. ഓ ടാ മോനെ, മഴ പെയ്ത്. സീൻ കോൺട്ര എന്നൊക്കെ വെച്ചല്ലേ, ഇതാണ് സീൻ കോൺട്ര. ഇത്ര വിചാരിച്ചിട്ടില്ല കേട്ടോ. മഴക്കാറ് മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇതെന്ത് ഭയങ്കര കൊടുങ്കാറ്റും പൊടിയും അതിൻ്റെ കൂടെ. ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ. ചില പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നതാണ്. ചില ബൈക്കുകാർ നല്ല റാഷായിട്ടാണ് പോകുന്നത്, എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി. നമ്മൾ പിന്നെ കറങ്ങാൻ ഇറങ്ങിയോണ്ട് ലക്ഷ്യം എപ്പോൾ വേണമെങ്കിലും മാറ്റി വെക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ റാഷ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ കണ്ടീഷനിൽ റാഷ് ഡ്രൈവ് ഓടിച്ചിട്ട് വെറുതെ പണി കിട്ടുമെന്നല്ലാണ്ട്. മഴ പെയ്ത് ഗൈസ്, മഴ ചതിച്ചാശാനെ, മഴ ചതിച്ച്. ഇവിടെ കയറ്റി നിർത്താം. പണി പാലും വെള്ളത്തിൽ, പക്ഷെ ഇത് പണി മഴ വെള്ളത്തിലായി. എന്താ, ഇതാണ് ക്ലൈമറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ. പാവം മേക്കപ്പും സംഭവങ്ങളിലിട്ട് ഒരാൾ റെഡിയായി വന്നിട്ട് ഒരാൾ അവസ്ഥ നോക്കിയ വെഹിക്കിൽ നിന്നിട്ട്. ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടുള്ള. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോക്കേ രക്ഷയുള്ളൂ. ഇനിയിപ്പോൾ ലേറ്റാവും. മഴ തോരുമ്പോഴേക്ക് തന്നെ എന്തായാലും 1.25 മണിക്കൂർ പോകും. പിന്നെ ഇരുടായിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. സോ പ്ലാൻ ഡ്രോപ്പ്. ചെറിയ മഴയുണ്ട്, എന്നാലും തിരിച്ചു പോന്നോ. കുറേ സമയം ഇവിടെ നിൽക്കുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം മഴ റൈഡ്. അയ്യോ, ഈ ഫോണ്
കുറേ കാലത്തിന് ശേഷം മഴയത്തുള്ള റൈഡ്. ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലാനായില്ലേ, ഒരു കൊല്ലാനായി ഏകദേശം. നല്ല അസൽ തണുപ്പ്. ഇനി ഒരു 2 മാസം കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കൂലേ, മഴയും ചളിയും. മെട്രോൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ മഴ കൊള്ളുന്നില്ല. അതൊരു നല്ല ഐഡിയ. ഈ ഐഡിയ എല്ലാവരും എടുത്ത് ഉപയോഗിക്കുമ്പം മെട്രോൻ്റെ അടിയിൽ കൂടി സ്കൂളിൽ പോകാനും പറ്റില്ല. എടപ്പള്ളി പാലം തന്നെയല്ലേ ഇത്? എടപ്പള്ളി ഇത്. അയ്യോ, ഇവിടെയും ബ്ലോക്കോ? എടപ്പള്ളി റോഡ് പണീൻ്റെ ബ്ലോക്കായി കാണുന്നു. ഇനിയിപ്പോൾ ഈ റോഡൊക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെയും ടോള് പിരിക്കും. അതാണ് കഷ്ടം. ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടി സഹിച്ച് റോഡ് ടാക്സും കൊടുത്ത് വണ്ടി കൊടുത്ത് പിന്നെ റോഡിന് എക്സ്ട്രാ ടോളും കൊടുത്ത്. എന്തിച്ചിരി മഴ, നമ്മൾ എത്ര നേരം അവിടെ കയറിയെന്ന്. നമ്മളെ നാടും ഈ നാടും തമ്മിൽ വ്യത്യാസമില്ലേ? ഇത് സിറ്റി, ഇത് വലിയ സിറ്റി. Okay, successfully completed.